ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. കുറേ കാലം എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം സംതിങ് ആയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു റീസണാണ്, വലിയൊരു സ്റ്റോറി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിപ്പോൾ നമ്മൾ പറയാം, നമ്മുടെ കണ്ടൻറ്റ് അതല്ല, അപ്പോൾ അത് പറയാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള നമ്മളെ ലെവൽ ഡെവിൽ ഉണ്ടല്ലോ, ആ ഗെയിം തന്നെയാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ ഞാൻ ലാസ്റ്റായിട്ട്, അതായത് പാർട്ട് 2 or 3 ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 4 ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഈ വീഡിയോ വരിക. കാരണം ഞാൻ അതായത് ചാനലിൽ വീഡിയോ ഇടാനുള്ള ഒരു ഇഷ്യൂ മാത്രമല്ല, മൊത്തത്തിൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ശേഷം PC ലാപ്പ് അങ്ങനെയൊന്നും ഓപ്പൺ ആക്കിയ അല്ലെങ്കിൽ അതിൻ്റെ ആ ഗെയിമിൻ്റെ കണ്ടിന്യൂ കളിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മൊത്തത്തിൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഫുൾ ക്ലോസ് ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് റെഡിയായി വീണ്ടും വീഡിയോ ഇടാന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഏകദേശം 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഇഷ്ടപ്പെടാൻ അങ്ങനെ ലൈക്ക് ചെയ്യാം, പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ലെവൽ ഡെവിൽ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ബാക്കി വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കളിക്കാം. നമ്മൾ ഏകദേശം ഇത്ര ഭാഗമാണെന്ന് കളിച്ച് വെച്ചെന്ന് നമ്മൾ ആ കുറച്ച് കളിച്ചിട്ടുള്ളൂ ഗൈസ്. മൊത്തത്തിൽ പിന്നെ അതാ സോറി ഗൈസ്. Welcome to Prison Escape Journey, where every decision could lead you to freedom or deeper into trouble. Carefully uplift this rug. Underneath life. Guys, പ്രശ്നമുണ്ട് ഗൈസ്, നമ്മളെ വൈഫൈ കണക്റ്റ് ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ വൈഫൈ ഒക്കെ ഓഫാക്കി വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു ഇത്ര സെക്ഷൻ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ GTA 5 കളിച്ച്, പിന്നെ അങ്ങനെ 2-3 ഗെയിംസ് നമ്മൾ ഒരു പോസ്റ്റ് മൗസ് അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പാർട്ട് നമ്മൾ ഇനി വരുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് കളിക്കാൻ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കളിച്ചിട്ടുള്ളൂ. എല്ലാവരും ഗെയിം കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയ ഒരു ഗെയിമാണ്. നമ്മളിപ്പോഴാണ് ഇത് കളിക്കുന്നത് വീണ്ടും. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു ലൈവ് ഇട്ടിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിൻ്റെ ബട്ടണൊക്കെ അത് തന്നെ അല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ ഗൈസ്. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റിന് മൂഞ്ചിട്ടുണ്ട്. എന്നിട്ട് പോലെ നമ്മൾ മൂഞ്ചുന്നുണ്ട് ഗൈസ്. ഒറ്റ കൈമ കളിക്കാനുള്ള ഇതുള്ളൂ. മൂഞ്ചിച്ച് ഇവിടെ ചിലപ്പോൾ പറഞ്ഞ് ഈ മൗസ് കൊടുത്ത് മാറ്റാം. ഈ മൗസ് ഉണ്ട്, നമുക്കൊരു സുസ്കാനില്ല. ഓക്കെ 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 പോടാ. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഗെയിം എന്താ പറയുക, എന്താ അത്, ഈ ഗെയിം എല്ലാവരും കളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് നമ്മൾ ഇപ്പോഴല്ല, നമ്മൾ കളിച്ചിരുന്നു. നമ്മൾ വീഡിയോ കുറച്ച് മുമ്പേ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നെ ഒരു ഇഷ്യൂ കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിന് വരാഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും കളിക്കുന്നത്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഗെയിം അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അങ്ങനെ സീരീസൊക്കെ പോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഏതെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. കാരണം ഈ ഒരു ഗെയിം വെച്ച് എന്താ പറയുക, അങ്ങനെ ഒരു സീരീസ് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സീരീസ് പോലെ ചെയ്യാൻ പറ്റിയ ഗെയിംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ 5 നമുക്ക് മിഷൻ അങ്ങനത്തെ ഒരു രീതിയിൽ അത് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഗെയിംസ് കാര്യങ്ങൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റായിട്ട് പറയാം. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഗൈസ് പിന്നെ ഒന്നുമില്ല. പിന്നെ നമുക്ക് അത് ഗെയിം പണ്ടാറ് മിഷനൊന്ന് കേൾക്കട്ടെ, കുറേ നേരമായി ഗെയിമിൽ. ഇതാണ് പ്രശ്നം. ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കുക? ഒരു ദിവസം ഫുൾ ലൈവ് ഇട്ടിട്ട് ഇത് ഫുൾ കംപ്ലീറ്റ് ആക്കാം, അതാവും ബെറ്റർ എന്നാണ്. അയ്യോ ചാമ്പി ചാടിക്കോ. ചെക്ക ഒരുമാതിരി കളി കളിക്കണേ. ചെക്കന് ഈ ലെവൽ സ്കിപ്പ് ചെയ്യാൻ മേലെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ സ്കിപ്പ് ചെയ്യൂല ഗൈസ്. നമ്മൾ പൊരുതി ജയിക്കും അങ്ങനെയൊക്കെ പറയും, പക്ഷെ പൊരുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവ ഓവറായിക്കാണ് ചാടുകയാണ്. എന്താ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഓവർ ചാട്ടം. കളയാടി കുട്ട ചാട്. ഓക്കെ, നേരത്തെ ആ തല വരെയെങ്കിലും പോയിരുന്നു, അപ്പം അതുമില്ലേ. ഇതൊരു കഷ്ടമാണ് കഴിച്ചത്. ഓക്കെ ചാടി
ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ട് ജയിക്കുമ്പോൾ ഒരു ഫീലല്ലേ പണ്ടാറടങ്ങാൻ ആൾക്കാരെ കൊണ്ട് പഠിപ്പിച്ചാൽ. നമ്മൾ ഗെയിം കുറേ ദിവസം കളിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലാതെ നമുക്ക് കളിക്കാൻ അറിയാഞ്ഞിട്ടുള്ള പ്രശ്നമല്ല. പണ്ടാറ് എന്തൊരു ശല്യാണിത്. അജാടേ അയ്യോ പോലെ മച്ചാ, എൻ്റെ പൊന്നടിയാ, ഇതെന്തൊരു കഷ്ടപ്പാട്. അങ്ങോട്ട് മാത്രം സിമ്പിളായി ചാടി പോകാൻ പറ്റും. അപ്പം അങ്ങോട്ടും പറ്റുന്ന ചേട്ടാ, പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇനി ഒന്നും പറയണ്ട, നിശബ്ദമായിട്ട് കളിക്കണം. പറഞ്ഞില്ലേ ഞാൻ കൂട്ടിലൊന്നും കളി. അച്ചാടെ എൻ്റെ സുധാകരേട്ട, ഇവൻ എന്താ ഇങ്ങനെ? ഓക്കെ അച്ചാടെ. അയ്യോ പോയി മൂഞ്ചി. ഓക്കെ. അയ്യോ എൻ്റെ കുണ്ടിയെല്ലാം പോച്ച് ഗൈസ്, കുന്തിയെല്ലാം പോച്ച്. അയ്യോ എടാ, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ലട്ടാ. ഇതെന്ത് കഷ്ടപ്പാടാണ്. ഇത് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ റിസ്ക്. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനിലുള്ളൊരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. കാരണം വലിയ ഡ്യൂറേഷനിൽ ഇട്ടിട്ട് വ്യൂസ് കുറവാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഉള്ളൊരു സെറ്റപ്പാണ് വിചാരിച്ചത്. 10 മിനിറ്റ്. ഇതിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് 2 ലെവൽ തീരുന്നു എനിക്ക് തോന്നുന്നു. അത്രയും നേരമായി ഇപ്പോൾ ഇത് കളിക്കണേ. എടാ ഇത് റിസ്ക്. അതോ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും വിചാരിക്കരുത് ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗെയിമിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മുടെ എക്സ്പ്രഷൻ മാറും. അത് നോക്കണ്ട. അതോ എന്തൊരു കഷ്ടമാണോ അത്. മിക്കവാറും ഈ ലെവൽ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അതായത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് കാണാം. അയ്യോ വരുന്നു ഗൈസ്, എന്തൊരു പണിയോടെ ഇത് കംപ്ലീറ്റ് ആക്കിയാലേ കുറച്ചൊന്നുമല്ല, നല്ലപോലെ. ഇത് സംബന്ധം അറിയാം, ഈ ഗെയിമിൻ്റെ ഒരു നാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കണം. നമ്മളിത് ഇന്നൊരു വീഡിയോ ഇട്ടാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇല്ലല്ലേ, 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ നമ്മളിട്ട്. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും വിചാരിച്ചില്ല ഞാൻ അതിൽ ജയിച്ചെന്ന്. എനിക്കറിയാം, ഞങ്ങളെ പ്രാങ്ക് ചെയ്താണ്. നിങ്ങളെല്ലാവരും വിചാരിക്കണം ഞാൻ ജയിച്ചെന്ന്. പക്ഷെ നമ്മൾ ജയിക്കില്ല. അവിടെ ഇപ്പോഴും നിങ്ങൾ വിചാരിച്ചില്ല ഞാൻ ജയിച്ചെന്ന്. പക്ഷെ അത് ഞാൻ പ്രാങ്ക് ചെയ്താണ്. ശരിക്കും അങ്ങനെയൊന്നുമല്ല, ശരിക്കും ഭയങ്കര സംഭവമാണ്. അത് നിങ്ങൾ വിചാരിച്ചില്ല ചേച്ചിന്ന്. ഒക്കെ പ്രാങ്ക്. നിങ്ങളൊക്കെ പ്രാങ്ക് ആക്കണ ഭയങ്കര ഒരു രസമാണ്. ശരിക്കുള്ള കളിയാണ് നിങ്ങൾ കണ്ടോളി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഏതാ കളി. ഇതൊക്കെ നമ്മൾ ഫുൾ പ്രാങ്ക്. ഇതാണ് ശരിക്കുള്ള കളി, മനസ്സിലായാ? ഇതാണ് ശരിക്കുള്ള കളി. ഇപ്പം 3 വട്ടം നിങ്ങൾ പ്രാങ്ക് ആക്കിനാ. ഇപ്പം ഇനി വെറുതെ ഇങ്ങനെ പ്രാങ്ക് ആക്കണ വിചാരിച്ചു. ആ സാധനം അതാ പോയി മണ്ട് അത് കിട്ടും തോന്നുന്നു ചേട്ടാ. ഇങ്ങനെ മണ്ടിച്ചത് എന്ത് മണ്ടലാണ് വെച്ചാൽ മതി. ഇത് വേറെ ഓട്ടോ മത്സരമാണ് ഗൈസ്. പക്ഷെ ആ സാധനം ഇപ്പം അതിൻ്റെ അടുത്തും ഒരു ശ്രമിളിയാത്ത പോക്കുണ്ടായി. എത്തൂല അജിഞ്ഞ് മുക്കി തൂരി മണ്ടിച്ച് കാര്യടി. എന്തുവാ അത് നന്നായി. മണ്ട് ഉസൈൻ ബോൾട്ട് കൊണ്ടു. അങ്ങനെ അതിനെക്കാട്ടി മണ്ടലാക്കിയാണോ മണ്ടലാക്കി നിങ്ങൾ? ഏതാ മണ്ടല്? അരേ ബൈ ഓട്. ഇവിടെ ഒടേച്ചൊരു സാധനം വരാല്ലേ? പോലും ഞാണ്ട്. സിമ്പിൾ. അയ്യോ സിമ്പിൾ അല്ല, പോയി. 6 വാതിലിന് മേലെ സ്പ്രിങ് ഒക്കെ ഓടുന്ന വെച്ച് നമ്മളെ ചാമ്പാൻ നോക്കിയതാ. പക്ഷെ നമ്മള് വിടുവോ? അതെ. അയ്യോ ആ വാതിലാണ് കാഴ്ച നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി. ഓക്കെ മനസ്സിലായി. അപ്പൊ ഇത് ചാടുവോ? ഫുൾ പ്രാങ്ക്. അതാ ഫുൾ പ്രാങ്ക്. ഈ ഗെയിം മൊത്തത്തിലൊരു തല വരുന്ന ഗെയിമാണ്. ഇപ്പം നമ്മൾ ജയിച്ചു.
ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ എത്തിക്കാൻ തോന്നുന്നില്ല, കാരണം ഞാൻ 10 മിനിറ്റ് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. എടാ അതിന് മേലെ കൂടി റിട്ടേൺ ഇങ്ങോട്ട് ചാടാൻ പറ്റൂല എൻ്റെ പൊന്നു മച്ചാ. ഇവിടെ വധൂരിയ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടി? ബാബാ ഈ തലക്ക വരെ വരണം, എന്നാലും എനിക്ക് ചാടാൻ ഒരു ഫ്ലോ ഉള്ളൂ. മണ്ട് ഓ തലക്ക വരെ ഇല്ല, അതാണ്ട് റിട്ടേൺ പോകില്ല. അപ്പോൾ അവൻ്റെ മുട്ടിലായിട്ട് പോവാം, എന്നിട്ട് അവിടെ നിന്ന് തിരുമ്പ് ചാടും. മണ്ട് തിരി കുറച്ച് ഗ്യാപ്പ് ഇട്ട് പോകണം നമ്മൾ. സോറി വാടാ, അവരുണ്ടെങ്കിൽ വാടാ ഇങ്ങോട്ട് വന്ന് അടിക്കടാ. ഞാൻ ഇങ്ങനെ പോവാം, ഞാൻ തിരുമ്പ് ചാടണം കേട്ടോ. എടാ തിരുമ്പ് ചാട്, കുറച്ച് ഇങ്ങോട്ട് ഇപ്പം സെറ്റ് ചെയ്തരാം ഗൈസ്. നമ്മൾ പണ്ടത്തെ കളി എനിക്ക് അറിയില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ്. കണ്ടാ ബുദ്ധി ഐക്യ വെച്ച് കളിക്കണതൊക്കെ അങ്ങനെ മനസ്സിലാവുള്ളൂ. ഇതെന്തോ വള്ളിക്കെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. സോറി അതെൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. വാ ഒന്നും പറയാം. എടാ ഇവൻ എന്ത് കളിയുടെ കളിക്കണം? അതോ ജന്തുവിനെ കൊണ്ട് എട്ടിങ്ങ സബരി മുറ പറ്റിച്ചേ. ഞാൻ ബെല്ലടി അത് നല്ലതാ. പതി എങ്ങനെ പോയാലും കൊല്ലാനായിട്ട് നടന്നാൽ പിന്നെ നമ്മളെ താട്ടാ ഒരു ലെവൽ തന്നെ. ഇപ്പം എത്രയോ ഇടങ്ങേറെ എടുത്തുകൊണ്ടാണ് ഇപ്പം പാസ്സായത്. പോടാ അവിടെ മണ്ട് ആ തല്ലക്കൊക്കെ മണ്ട് അങ്ങോട്ട് എത്തുമ്പോത്തിന് പോയി ഞാനൊന്നും പറയണില്ല, അതാ ഇപ്പം നന്നാവും. ഇനി എന്നെ പറ്റി കാണിച്ചില്ല. മണ്ട് പോടാ. ഇനി ഒരു സൈത്താൻ അവിടെ ഉണ്ടാവില്ല, പുതിയൊന്നും മുളക്കില്ലടാ. ഇങ്ങോട്ട് എടുത്തിക്കരോ? ഇല്ല, ഭയങ്കര വൃത്തിയിലാണ്. 10 മിനിറ്റ് കളിക്കേണ്ട ഗെയിം പ്ലേ നോക്കിയാൽ അടി കൂടി ഓപ്ഷൻ ഉണ്ടായിട്ടാണ് റിസ്ക്. പന്നിപ്പം ഞാൻ എങ്ങനെ പോലെ? ആരെ ഗെയിം ഉണ്ടാക്കിയത്? പുണ്ടന്മാര് എന്ത് കളി ഉണ്ടാക്കിയത്? കുറച്ചു നേരം അവിടെ ബസ് കാത്തുക്കണ്ടി വരും അല്ലേ? ഒന്നോ അത് വരുന്നേ. എടാ ജന്തുവാണ് ജന്തു. അവിടെ മേലെ ഉണ്ടല്ലേ അച്ഛനെ പൊന്നില്ലേ? നല്ലതാടാ നായി, നല്ലതാ. അയ്യോ മണ്ടി അങ്ങനെ തന്നെ ഇവിടുന്ന് ഒരു തിരിച്ച് ഇവിടെ. എന്താടാ ഇത്? ഒരു തരത്തിലും ജീവിക്കാൻ അയക്കൂല പറഞ്ഞവരാണ്. സബാസ് നമുക്ക് ഏകദേശം കുറച്ച് ടൈമേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് പ്രശ്നമുണ്ട്. ഇതിൻ്റെ സാധനം എന്താ ചെയ്യേണ്ടി? അവിടെ നിൽക്കേ. അയിമ കൂടി കയറി പോരാ. ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ അത് അങ്ങനത്തെ സാധനമല്ലേ. ചാമ്പ അവരെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ഈ ഗെയിം ഉണ്ടാക്കിയാണ് സമ്മതിക്കണേ. അവരെ തലച്ചോറ് എന്തൊരു വലിയ തലച്ചോറാണെന്നോ ഇത്. ചിലപ്പം എൻ്റെ ഇതിൽ എനിക്ക് മനസ്സിലായതാണ് അത് ശരിക്കും സാധനക്കാരെന്നുള്ളത്. വളരെ ഒപ്പം പോയത് അവിടെ കളി. ചേച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ. നമ്മൾ ആകെ 2 ലെവലിൽ കളിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ വീഡിയോക്ക് വാച്ച് കിട്ടുന്നില്ല. അതിനെക്കാട്ടിൽ ചെറിയ വീഡിയോ ഉണ്ടല്ലേ ആൾക്കാർ കാണാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും, പറ്റുന്നവരൊക്കെ അത് ഫോളോ ചെയ്യാം. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടും താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. എല്ലാവരും പോയിട്ട് പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യാം, പാവം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് പിന്നെ ആ ഗെയിമിൻ്റെ കാര്യം ഒന്ന് പറ്റുന്നവർ നല്ല ഗെയിം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരിക, നമുക്ക് എന്തെങ്കിലും വീഡിയോ ആക്കി ഇടാം. അപ്പോൾ ഓക്കെ.